എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് LLB പാസ്സാവുന്ന കാര്യത്തെക്കുറിച്ചാണ്. എല്ലാ ക്രൈസ്തവരും LLB പാസ്സാവണം. ഞാൻ ഉദ്ദേശിക്കുന്ന LLB എന്താണെന്നറിയാമോ? Live today trusting in God's providence. Live today trusting in God's providence. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ക്രൈസ്തവനും ഇന്ന് ജീവിക്കണം. പലപ്പോഴും പറ്റുന്നത് നമ്മളൊക്കെ ഇന്നലെ ഓർത്ത്, ഇന്നലെ സംഭവിച്ച ഏതെങ്കിലും ഒരു പരാജയത്തെ ഓർത്ത് വിഷമിച്ച് ഇന്ന് ജീവിക്കില്ല. അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഏതെങ്കിലും ഒരു തകർച്ചയെ ഓർത്ത് ഇന്ന് ജീവിക്കില്ല. പക്ഷെ നമ്മള് ഇന്നലെയെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് ഇന്ന് ജീവിക്കില്ല. ഇന്നലെയെക്കുറിച്ച് ഇന്നലെ ഉണ്ടായ പരാജയത്തെ ഓർത്ത് വിഷമിച്ച് ഇന്ന് ജീവിക്കില്ല. നാളെയെക്കുറിച്ച് ഉത്കണ്ഠ മൂലം ആകുലപ്പെട്ടുകൊണ്ട് ഇന്ന് ജീവിക്കില്ല. അങ്ങനെ ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തും ഇന്നലെയെയും നാളെയെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. നമ്മള് നാളെയെക്കുറിച്ച് ആകുലപ്പെടരുതെന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാത് ദിവസത്തേക്ക് മതി അതാത് ദിവസത്തെ ക്ലേശങ്ങള്. നാളെയെക്കുറിച്ച് ആകുലപ്പെടണ്ട. കർത്താവ് പറയുന്നില്ലേ, ആകാശത്തിലെ പറവകളെ നോക്കുക, അപ്പൊ കീഴ്പോട്ട് നോക്കിയിരിക്കും. വയലിലെ ലില്ലിച്ചെടികളെ നോക്കുക, അപ്പൊ മേപ്പോട്ട് നോക്കി നിൽക്കും. എന്നിട്ട് ഭാവി എന്താകുന്ന ആകുലപ്പെട്ടുകൊണ്ട് ഇന്ന് ജീവിതം നഷ്ടപ്പെടുത്തും. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളൊക്കെ ഇന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാകണം. ഇന്ന് ജീവിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന LLBയുടെ ആദ്യത്തെ L സൂചിപ്പിക്കുക. ലിവ് ടുഡേ ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്രോവിഡൻസ്. ദൈവം നമ്മെ പരിപാലിക്കുന്നു. ദൈവം നമ്മെ ഉള്ളം കയ്യിൽ സംരക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ഇത് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ കുറിച്ചുള്ള അവയർനെസ്സിൽ നമുക്ക് വരുന്ന കുറവാണ് ഇന്നത്തെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ സാധാരണ നടക്കാൻ പോകുമ്പോഴൊക്കെ മനസ്സിൽ ചൊല്ലിക്കൂട്ടുന്ന ഒരു സുഹൃദൈവമുണ്ട്. നമ്മുടെ പിതാവായ തോമാശ്ലീഹ പറഞ്ഞില്ലേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കും, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞാൻ നടക്കുമ്പോൾ മനസ്സിൽ ആ സ്റ്റെപ്പ് അനുസരിച്ച് ചിലപ്പോൾ ചെല്ലുന്ന ഒരു രീതിയുണ്ട്. മൈ ലോർഡ് മൈ ഗോഡ്, മൈ ലോർഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, protect us, provide us, pour your blessings upon us. My Lord, my God, protect us, provide us, pour your blessings upon us. എന്നെ സംരക്ഷിക്കുന്ന ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ സംരക്ഷണയെക്കുറിച്ച്, പരിപാലനയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് അവബോധമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ജീവിക്കും. എനിക്ക് ഇന്നലെകൾ പ്രശ്നമല്ല, എനിക്ക് നാളെകളും പ്രശ്നമല്ല, ഞാൻ ഇന്ന് ജീവിക്കുന്നവനാകും. അതുകൊണ്ട് ലിവ് ടുഡേ ട്രസ്റ്റിംഗ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ദിവംഗതനായ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്നു ഞാൻ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള വാചകമാണ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ് ആൻഡ് ഗോ എഹെഡ് വിത്ത് ഫുൾ കോൺഫിഡൻസ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയാനുള്ള വാചകമാണ്. ശരിക്ക് നമ്മൾ ഇന്ന് ജീവിക്കുന്നവരായി മാറണം. ഈ രണ്ടാമത്തെ കാര്യമാണ്, രണ്ടാമത്തെ LLB. അത് രണ്ടാമത്തെ L. ലെറ്റ് അതേഴ്സ് ടു ലീവ്. Let others
ടു ലിവ്. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അമിതമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവർ ജീവിക്കാൻ അനുവദിക്കില്ല പലപ്പോഴും. ഞാൻ ഈ കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും വീടുകൾ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയാണ്. പല കുടുംബ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്തെന്നറിയാവോ? കുടുംബാംഗങ്ങൾ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഞാൻ ഈ അടുത്ത അവസരത്തിൽ ഒരു കല്യാണം ബ്ലസ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഞാൻ ആ ദമ്പതികളോട് പറഞ്ഞു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വധൂവരന്മാരെ കൊണ്ട് ബൈബിളിൽ കൈവെപ്പിച്ച് ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ ജീവിച്ചോളാമെന്ന് പ്രതിജ്ഞ ചെയ്യിക്കും. പക്ഷെ ആ പ്രതിജ്ഞ പാലിക്കണമെങ്കിൽ എൻ്റെ ചിന്ത എങ്ങനെയാണ്? 2 ബൈബിള് വേറെ അപ്പുറയും ഇപ്പുറയും വെച്ച് വധുവിന്റെ അപ്പനെയും അമ്മയെയും സഹോദരി സഹോദരന്മാരെയും ആ ബൈബിൾ കൈവെപ്പിച്ച് വരന്റെ അപ്പനെയും അമ്മയെയും സഹോദരി സഹോദരന്മാരെയും ഈ ബൈബിൾ കൈവെപ്പിച്ച് ആദ്യം ഇവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം, ഞങ്ങള് ഇവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടില്ല എന്ന്. ആ ഒരു ധാരണ ഉണ്ടാക്കിയ പകുതി വീടുകളിലെ പ്രശ്നങ്ങൾ തീരും. ലെറ്റ് അതേഴ്സ് ടു ലീവ്. ജീവിക്കാൻ അനുവദിക്കുക. എന്നോട് ഒരു രൂപത കച്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാൻസലർ അച്ഛൻ എന്നോട് ഷെയർ ചെയ്തു. ഒരു ഭാര്യയും ഭർത്താവും വഴക്കായിട്ട് ഡൈവോഴ്സിന് അപേക്ഷ വെച്ചു. ആ കേസ് വിസ്താരം നീണ്ടു പോയി. അതിനിടയ്ക്ക് അവരുടെ പാരൻസ് മരിച്ചു. അപ്പൊ ഈ 2 പേരും വന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഈ കേസ് തുടരണ്ടെന്ന് പറഞ്ഞെന്നു. അപ്പൊ ഈ കേസിന്റെ അടിസ്ഥാനം ആരാ? ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് കുടുംബങ്ങളിലും സമൂഹത്തിലും. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ചിലർക്ക് അവരവരുടെ കാര്യം നോക്കാൻ സമയമില്ല, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനാ തിരക്ക് കൂടുതൽ. അവളെങ്ങനെയാ, അവനെങ്ങനെയാ, ഇവളെങ്ങനെയാ, അവനെങ്ങനെയാ. ലെറ്റ് അതേഴ്സ് ടു ലീവ്. മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം ഈ അവസരത്തില്, ചില കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് അമിതമായിട്ടുള്ള ചിന്തയും ഇടപെടലുമാണ്. ഞാനൊരു വീട്ടിൽ ചെന്നു. ഒരു കൊച്ചുകുട്ടി, അവരുടെ വീട്ടില് ആ കൊച്ചുകുട്ടി ചിലപ്പോ ഒന്ന് ചുമക്കുന്നുണ്ടാകാം. ഉടനെ തന്നെ അമ്മ, അയ്യോ കൊച്ചു ചുമക്കുന്നു. അല്ലെങ്കിൽ ആ കുട്ടിയൊന്ന് ഫ്രീ ആയിട്ട് വിടാനായിട്ട്, ഒരു അല്പം പ്രായമുള്ള കുട്ടിയാണ്, ഞാൻ ചോദിച്ചു വിടാ, നീ പുറത്തേക്ക് പോവാ, തന്നെ വിടില്ല. നിങ്ങൾ അമിതമായിട്ട് മറ്റുള്ള കാര്യത്തിൽ, കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും ഇടപെടലേ മാതാപിതാക്കളെ, പിതാവ് സ്നേഹത്തോടെ പറയുകയാണ്. അങ്ങനെ അമിതമായിട്ട് ഇടപെട്ടാൽ അവരുടെ ആ വളർച്ചയ്ക്ക് തടസ്സമാണ്. അവര് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കില്ല. ലെറ്റ് അതേഴ്സ് ടു ലീവ്. കുട്ടികളാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക, ദമ്പതികളാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക. ആവശ്യമില്ലാതെ ഇടപെടലേ. അതാണ് പിതാവിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു പരത്തുക, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുക. ചിലരൊക്കെ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങള് എന്നെ കുറിച്ച് അവർ പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇനി മീഡിയയുടെ കാര്യം പറയണ്ട, മീഡിയയിലൂടെ ചിന്തിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെയും മീഡിയയിൽ വിട്ടു കഴിഞ്ഞാലും ആ വ്യക്തി പിന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നാമത് അവരവരുടെ കാര്യം അന്വേഷിച്ച് ജീവിക്കുക, അങ്ങനെ പരിശീലിക്കുക. അമിതമായിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകാതിരിക്കുക ആവശ്യമില്ലാതെ. ലെറ്റ് അതേഴ്സ് ടു ലീവ്. അതാണ് പിതാവ് പറഞ്ഞ രണ്ടാമത്തെ എല്. ആദ്യത്തെ ലിവ് ടുഡേ ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്രോവിഡൻസ്. രണ്ടാമത്തെ ലെറ്റ് അതേഴ്സ് ടു ലീവ്. മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. അത് മിനിമം നീതിയുടെ ഭാഗമാണ്. ഇനി മൂന്നാമത്തെ ബി, LLBയിൽ ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. എല്ലാവരും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കണം, മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം.
സഹായ ഹസ്തം എന്ന് പറയും. നമ്മൾ കൈത്താങ്ങായി മാറണം എന്ന് പറയില്ലേ? കൈത്താങ്ങ്, മുട്ടുകൈയോടുള്ള താങ്ങല്ല, കൈത്താങ്ങ്. മറ്റുള്ളവർ കൈത്താങ്ങായി മാറണം. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം കുട്ടികളുടെ ഒരു സ്കൂളിൽ കുറെ കുട്ടികൾ ഇന്നൊരു മീറ്റിംഗിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ വെള്ളമാകണം എന്ന് പറഞ്ഞു, പച്ചവെള്ളം. അപ്പൊ പിള്ളേരൊക്കെ നോക്കി തറപ്പിച്ചത്, പച്ചവെള്ളമാകണമെന്നോ? എന്താ പിതാവ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും, H2O. HHO എന്ന് പറഞ്ഞാല് ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വെള്ളം. ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്, H2O. മറ്റുള്ളവരെ സഹായിക്കുന്ന ഹസ്തങ്ങളാകണം, നമ്മള് കരങ്ങളാകണം. പിള്ളേര് അവിടെ എൻ്റെ കൂടെ മീറ്റിങ്ങില് അവിടുത്തെ DO ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നല്ലൊരു ആശയമാണ് പിതാവേ, ഓരോ വ്യക്തിയും മറ്റൊരാൾക്ക് കൈത്താങ്ങായി മാറണം. ഞാൻ സമർപ്പിതരോട് പറയാണ്, എല്ലാ സമർപ്പിതരും we have to accompany the families. കുടുംബങ്ങളോടൊപ്പമായിരിക്കണം, കുടുംബങ്ങളോട് കൂടെ നീങ്ങണം. ഓരോ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. കാരണം നമ്മള് കുടുംബജീവിതത്തിന് ഉത്തരവാദിത്തമൊക്കെ വെടിഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മള് കുടുംബജീവിതം നയിക്കുന്നവരിൽ നിന്ന് മാറി നിന്ന് സ്വന്തമായ ജീവിതം നയിച്ചാൽ എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ മുമ്പിൽ അത് അനീതിയാണ്. വി ഹാവ് ടു അക്കോമ്പനി ദ ഫാമിലീസ്. കുടുംബാംഗങ്ങളോട് ചേർന്ന് മുന്നോട്ട് നീങ്ങണം. ഈ വിവാഹത്തിന്റെ അവസരത്തില് ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് വികാരിയച്ഛൻ ചൊല്ലിക്കൊടുക്കുന്നു. ദമ്പതികളെ ഏറ്റു ചെല്ലുന്നു, വധുവരന്മാരെ ഏറ്റു ചെല്ലുന്നു. 3 പേരെ പ്രതിജ്ഞ ചെല്ലുന്നുണ്ട്. ഞാൻ പറയാ, ഏതെങ്കിലും കുടുംബം തകരുന്നുണ്ടെങ്കിൽ അതിന് അച്ഛന്മാരുടെ ഉത്തരവാദിത്വമുള്ളവരാണ്, ഞാൻ ഉത്തരവാദിത്വമുള്ളവനാണ്. എനിക്ക് വളരെ പ്രയാസം തോന്നി ചിലപ്പോഴൊക്കെ സമർപ്പിതരായ നമ്മുടെ ചില രീതികൾ കാണുമ്പോൾ. ഞാനൊരു പള്ളിയിൽ ചെന്നു. 1000 വീടുകളുള്ള ഒരു പള്ളിയാണ്, ഇടവപ്പള്ളിയാണത്. അവിടുത്തെ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പണിയില്ല, നേരം പോകുന്നില്ല. എനിക്കറിയില്ല എന്താണ് പൗരോഹിത്യത്തിന് ധർമ്മമെന്ന്. ഒരു വീട്ടില്, എന്റെയൊക്കെ ചിന്തയില് ഓരോ വീട്ടിലും 100 പ്രശ്നങ്ങളുണ്ട് ഇന്ന്. കുടുംബകലഹങ്ങള്, പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രതിസന്ധി, രോഗങ്ങള്, പല രീതിയില്. നമ്മൾ അവർ സഹായിക്കാൻ കടപ്പെട്ടവരാണ്. വി ഷുഡ് ബി ഹെൽപ്പിംഗ് ഹാൻഡ് ടു ദം ഇൻ ദ ട്രബിൾസ്. അതിന് നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ വീട്ടിലും ചെന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാല് എനിക്ക് തോന്നുന്നു 10 വീടുകളിലെങ്കിലും ഒരു ദിവസം ഒരച്ഛന് പോകാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും 24 മണിക്കൂർ കഴിയും. ഞാൻ ഒരു വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോയിട്ട് 1 മണിക്കൂർ ഭാര്യയായിട്ട് സംസാരിച്ചു, 1 മണിക്കൂർ ഭർത്താവായിട്ട് സംസാരിച്ചു, കുടുംബാംഗങ്ങളോട് സംസാരിച്ചു, കുറെ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല. അത്രയും പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷമുള്ള അവസരത്തില് ഈ ഒരു കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. 1000 ചില്ലുവാനും വീടുള്ള ഒരു ഇടവകയില് നേരം വെളുത്ത ഒരു പണിയില്ല എന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്യില്ലെന്ന് അർത്ഥം. പക്ഷെ നന്നായിട്ട് വീടാതിന് കയ്യിലിറങ്ങി കഷ്ടപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരുന്ന ഒത്തിരിയേറെ അച്ഛന്മാരും സമർപ്പിച്ച സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മള് we should be helping hand to others. We have to സമർപ്പിതരായി നമ്മൾ we have to accompany the families, family members. അവരുടെ ഒപ്പമായിരിക്കണം, അവരുടെ ഒപ്പം സഞ്ചരിക്കണം. ഇനി അൽമായരാണെങ്കിലും ഞാൻ പറയാ, ഒരു കുടുംബം മറ്റൊരു കുടുംബത്തെ ദത്തെടുക്കണം. We have to adopt families. ഒരു ഫാമിലി മറ്റൊരു ഫാമിലിയെ ദത്തെടുക്കണം എന്ന് പറഞ്ഞാലേ ആ കുടുംബത്തെക്കാളും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മറ്റൊരു കുടുംബത്തെ ദത്തെടുക്കാൻ ഈ കുടുംബം തയ്യാറാകണം. സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് സഹായിക്കണം. അതുപോലെ തന്നെ അവരെ മാനസികമായിട്ട് ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തണം, അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരണം. അപ്പോ ഒരു കുടുംബത്തെ ദത്തെടുക്കുക, സമർപ്പിതര് കുടുംബാംഗങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുക, അക്കോമ്പനി ചെയ്ത. ഇവിടെ അഡോപ്റ്റ് ഫാമിലീസിനെ അഡോപ്റ്റ് ചെയ്യണം.
സമർപ്പിതര് ഫാമിലീസിനെ അക്കോമ്പനി ചെയ്യണം. അത് അവന്റെ കാര്യം, അത് അവളുടെ കാര്യം, പറഞ്ഞു മാറരുത്. ഇതാണ് LLB എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുക. ലീവ്, ഞാൻ ജീവിക്കണം. ടുഡേ, ഇന്ന്. ട്രസ്റ്റിംഗ് ഇൻ ഡിവൈൻ പ്രോവിഡൻസ്, ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്രോവിഡൻസ്, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കണം. 2, ലെറ്റ് അതേഴ്സ് ടു ലീവ്, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം. 3, ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ഈ LLB പാസ്സാകുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ വേറെ LLB പാസ്സായ ആളുകളുടെ പുറകെ നടക്കേണ്ടി വരും. കോടതി കയറി ഇറങ്ങി. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ LLB ഓരോ ക്രൈസ്തവനും പാസ്സാകാനായിട്ട് ശ്രമിക്കണമെന്നാണ് പിതാവ് സ്നേഹത്തോടെ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്. ഞാൻ ജീസസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കുർബാനയില് വെള്ളവും വീഞ്ഞും കൂട്ടിക്കലർത്തുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. കാഴ്ചവെപ്പിന്റെ സമയത്ത് അതിന് മുമ്പായിട്ട് കാസയിൽ കുറച്ച് വീഞ്ഞൊഴിക്കും, 2 തുള്ളി വെള്ളം ഒഴിക്കും, വെള്ളവും വീഞ്ഞും കൂട്ടിക്കലർത്തും. ഇവിടെ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു, വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലരുന്ന പോലെ യേശുവും ഞാനും ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കണമെന്നാണ് സൂചന. ഞാൻ ഈ കാര്യം പ്രത്യേകമായിട്ട് അടിവരയിട്ട് പറയാണ്. അവിടെ വെള്ളം സൂചിപ്പിക്കുന്നത് എന്നെയാണ്, നമ്മളെയാണ്. വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ, ഒരു വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, HHO. അതുപോലെ ആ വാക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുക. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുക ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ്, HHO, 2 H ഉം ഒരു O. ഞാനും നിങ്ങളും വെള്ളമാകണം എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് ആകണം. എന്ന് പറയുമ്പോൾ അവിടെ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു. വീഞ്ഞിന്റെ കെമിക്കൽ ഫോർമുല ഇതല്ലെന്ന് എനിക്കറിയാമെങ്കിൽ ഞാനതിനൊരു കെമിക്കൽ ഫോർമുല കൊടുക്കുകയാണ്. H2A, നമ്മൾ H2O, വെള്ളം. യേശുവിന് ഞാൻ H2A എന്ന് കൊടുക്കുകയാണ്. അതെന്താ അറിയാവോ? ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഓൾ. നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതർ. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് ഈശോ പറയുന്നത്. Who is your neighbor? Your neighbor is not the one who is near to you. Neighbor is the one who is in need of you. അവനെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ യുവിന് എല്ലാവരെയും സഹായിക്കാൻ പറ്റും. യേശുവിന് ലോകം മുഴുവൻ ജാതിക്കും മതത്തിന് അതീതമായി എല്ലാവരെയും യേശു സ്നേഹിക്കും, സഹായിക്കും. ലവ് യുവർ നെയ്ബർ. ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതർ ഹു ഇസ് ഇൻ നീഡ് ഓഫ് യു. അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനായിട്ട്, സഹായിക്കാനായിട്ട് ഞാൻ തയ്യാറാകണം. സോ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, LLB പാസ്സാകാൻ നമുക്ക് പരിശ്രമിക്കാം, ദൈവാനുഗ്രഹം യാചിക്കാം. 1, ലീവ്, ജീവിക്കുക. ടുഡേ, ഇന്ന്. ട്രസ്റ്റിംഗ് ഇൻ ഗോഡ്സ് പ്രോവിഡൻസ്, ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട്. 2, ലെറ്റ് അതേഴ്സ് ടു ലീവ്, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക. എൻ്റെ വീട്ടിൽ തുടങ്ങാതെ ദമ്പതികള് അവരൊക്കെ ജീവിക്കാൻ അനുവദിക്കുക. പാരന്റ്സ് ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും. നാത്തുമാര് ഒക്കെ മാറി, അവർ let them leave. Let others to leave. 3, be a helping hand to others. LLB. അങ്ങനെ ഈ LLB പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മറ്റു LLB പാസ്സായ ആളുകളുടെ പുറകെ കോടതി കയറി ഇറങ്ങി നടക്കാൻ ഇടവരല്ലേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ടും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.